ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വണ്ടിയിൽ ഒരു ലിവർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്ന ലിവർ ഗാർഡ്. ഇതൊരു കാർബൺ ഫൈബർ ഫിനിഷോട് കൂടിയാണ് വരുന്നത്. ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ ഓഫറിൽ എടുത്തതാണ്, അതുകൊണ്ട് 300 റുപ്പീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം സെറ്റ് ചെയ്യാൻ വേണ്ടി വണ്ടിയുടെ രണ്ട് സൈഡിലുള്ള ഹാൻഡിൽ ബാർ വെയ്റ്റ്സ് റിമൂവ് ചെയ്യണം. അപ്പോൾ വണ്ടിയിൽ നമ്മൾ ലിവർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഇതെന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ലിവർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ക്രാഷ് ആകുമ്പോഴത്തേക്ക് നമ്മളെ ലിവേഴ്സിനെ ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന വണ്ടി ചരിഞ്ഞു വല്ല വീണ് കഴിഞ്ഞാൽ ചെറിയ രീതിക്കുള്ള പ്രൊട്ടക്ഷൻ തരുമെങ്കിലും റണ്ണിങ്ങിൽ വണ്ടി വീണ് കഴിഞ്ഞാൽ ഈ ലിവർ ഗാർഡ് ഒടിയും, നമ്മുടെ ലിവേഴ്സും എന്തായാലും ഒടിയും. അതങ്ങനെയാണ് ലിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? അപ്പോൾ ലിവർ ഗാർഡ്സ് മെയിൻലി ഉപയോഗിക്കുന്നത് റേസിങ്ങിലാണ്, അല്ലാതെ നോർമലായിട്ടുള്ള യൂസിന് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ റേസിങ്ങിൽ ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ വണ്ടി ബൈക്കുകൾ റേസിങ്ങിൽ ക്ലോസ് ആയിട്ട് വേറെ ബൈക്കുകളുടെ അടുത്തൂടെ പോകുമ്പോഴത്തേക്ക് ആക്സിഡൻ്റലായിട്ട് ബ്രേക്കോ ക്ലച്ചോ ഒന്നും അപ്ലൈ ആവാതിരിക്കാനാണ് ഈ ലിവർ ഗാർഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ യൂസിന് ലിവർ ഗാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല ബെനിഫിറ്റ് ഉണ്ടോ? നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രാഫിക്കിലോ മറ്റും വേറെ വണ്ടികളുടെ ഇടയ്ക്കൂടെ ക്ലോസ് ആയിട്ട് പോകുമ്പോൾ അവിടെയും ഈ ബ്രേക്കൊക്കെ ആക്സിഡൻ്റലായിട്ട് അപ്ലൈ ചെയ്യേണ്ട ചാൻസ് ഉണ്ട്, അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലിവർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ ആ ചാൻസസ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഡ്രാബാക്സ് ഉണ്ടോ? ചെറിയൊരു ഡ്രാബാക്ക് ഉണ്ട്. കാരണം ലിവർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലെയും ബാറിൻ്റെ വെയിറ്റ് റിമൂവ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിലിൽ ആവശ്യമില്ലാത്ത വൈബ്രേഷൻസ് കിട്ടും. ഇല്ലെങ്കിൽ ഈ ലിവർ ഗാർഡ് ആ ഹാൻഡിൽ ബാർ വെയിറ്റോട് കൂടി തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനിപ്പോൾ എന്തായാലും ഹാൻഡിൽ ബാർ വെയിറ്റ്സ് റിമൂവ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ എക്സ്ട്രാ വൈബ്രേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു അലങ്കി സെറ്റ് മാത്രമാണ് ആവശ്യമുള്ളത്. പിന്നെ ഇതിൻ്റെ പാക്കിങ്ങിൽ വരുന്നതെന്ന് വെച്ചാൽ 2 ലിവർ ഗാർഡ്സ്. ഈ ഫ്രണ്ടിലെ ഈ ഒരു പീസ് ഇതിലോട്ട് വെച്ച് അലങ്കി ബോൾട്ട് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇത് 2 രീതിയിൽ സെറ്റ് ചെയ്യാം. കാരണം ചില വണ്ടികളുടെ ഹാൻഡിൽ ഹോളോ ആയിരിക്കും. അപ്പോൾ ആ ഹോളോ ഹാൻഡിലിനകത്ത് സെറ്റ് ചെയ്യാനാണ് ഈ ഒരു മെക്കാനിസം കൊടുത്തേക്കുന്നത്. ഇത് അതിൻ്റെ അകത്തോടെ സെറ്റ് ചെയ്തിട്ട് ഈ നട്ട് ടൈറ്റ് ചെയ്യുന്നതോടെ ഇത് ഉള്ളിലോട്ട് കയറി ഇതൊന്ന് ബൾജായിട്ട് അവിടെ ടൈറ്റ് ആയിരിക്കും. നമ്മുടെ ഇപ്പോൾ എന്തായാലും ഹോളോ ഹാൻഡിലല്ല, അപ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിൽ ബോൾട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ റിമൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലത്തതാണ്. അത് കഴിഞ്ഞ് അത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഹാൻഡിൽ ബാർ വെയിറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സ്റ്റോക്ക് നട്ട് കുറച്ച് ലെന്ത് കൂടുതലാണ്. അപ്പോൾ അത് മാറ്റി നമുക്ക് അത്ര ലെന്തിൻ്റെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വാഷർ വല്ല ഇടേണ്ടി വരും. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ബോൾട്ടാണ് ഇപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പീസിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് സാധനം എടുത്ത് ഇതിലിടണം. അപ്പോഴേ ഇത് കറക്റ്റ് ആ സ്ഥലത്ത് ഗ്യാപ്പൊക്കെ ഫില്ലായി ഒരു ലുക്കിന് നിൽക്കൂ. പിന്നെ ഇത് ഇതിലോട്ട് വെച്ച് സെറ്റ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള ആംഗിളിലോട്ട് ഇത് നമുക്ക് പിടിച്ച് വയ്ക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡിലത്തെ ലിവർ ഗാർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ സൈഡ് ലുക്ക് വരുന്നത്. റൈറ്റ് സൈഡിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്നു വെക്കാൻ വേണ്ടി. കാരണം ആക്സിലേറ്റർ കേബിളോട് നമുക്ക് കൊടുക്കേണ്ട കാര്യമുണ്ട്. അടുത്തായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലെ ഹാൻഡിൽ ബാർ വെയിറ്റ് റിമൂവ് ചെയ്യാം. റൈറ്റ് സൈഡിലെ കേസിൽ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഇതേ കണക്ക് കയറ്റി വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്സിലേറ്റർ ഇതിൽ ജാം ആവും. അതിന് വേണ്ടി ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഇങ്ങനെ ഒരു പീസുണ്ട്. ഇതൊരു വാഷറായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് സെറ്റ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്ക് ആ ഗ്യാപ്പ് അങ്ങ് ഫില്ലാവും. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഗ്യാപ്പ് അങ്ങ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചേക്ക് ആ വാഷർ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ ഫ്രീ ആയിട്ട് ജാമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തായാലും ഞാൻ ബാറിൻ്റെ വെയിറ്റ് രണ്ടും റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ദിവസം യൂസ് ചെയ്തിട്ട് ഹാൻഡിൽ വൈബ്രേഷൻ വല്ലതും ഉണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ വേണം ഇനി ലിവർ ഇൻസ്റ്റാൾ ചെയ്യാൻ. പക്ഷേ ഈ ബാറിൻ്റെ വെയിറ്റ് കുറച്ച് റെസ്റ്റൊക്കെ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വൃത്തിയിടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കാതെ ഇത് ഊരിയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ബാക്കി ഇനി വൈബ്രേഷൻ ഉള്ളതനുസരിച്ച് നോക്കാം. ഇതാണ് ലിവർ ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള സൈഡിൽ നിന്നുള്ളൊരു ലുക്ക്, ഓവറോൾ ലുക്കും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.